മക്കളെ SSLC ഫിസിക്സ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്സ് ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം. വേഗം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. മക്കളെ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെഫിനിഷൻ അത് എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതായിരിക്കും, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 1-2 ചോദ്യം, ഒരു ചോദ്യം മതിയോ, ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പേടിക്കേണ്ട, വൈകുന്നേരം ലൈവിലേക്ക് കയറി വരാം. വൈകുന്നേരത്തെ ലൈവിൽ മോർണിംഗ് ന്യൂസിലേക്ക് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഒന്ന് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പരീക്ഷ ചോദിക്കും സ്റ്റേറ്റ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് ചോദിക്കും. പിന്നെ AC ജനറേറ്ററിൻ്റെ പാർട്സ് പഠിച്ചു വെക്കുക, അതിൻ്റെ ആർമേച്ചർ, സ്ലിപ്പറിങ്, ബ്രഷസ്, മാഗ്നറ്റ്സ് പഠിച്ചു വെക്കുക. ഓൾറെഡി കഴിഞ്ഞല്ലോ. ഓക്കെ. പിന്നെ കൺവേർഷൻ, DC ആക്കാനുള്ള കൺവേർഷൻ, സ്ലിപ്പ് റിങ്സ് മാറ്റി സ്പ്ലിറ്റ് റിങ്സ് ആക്കുക, ആ കൺവേർഷൻ പഠിച്ചു വെക്കുക. ഗ്രാഫുകൾ, ഔട്ട്പുട്ടിൻ്റെ ഗ്രാഫുകൾ 3 ഗ്രാഫ് ഉണ്ട്. ഒന്ന് AC ജനറേറ്റർ, പിന്നെ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട്, പിന്നെ DC ബാറ്ററി. 3 റെഡി ആണല്ലോ. ഓക്കെ. പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടി നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ സെൽഫ് ഇൻഡക്ഷൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. സെൽഫ് ഇൻഡക്ഷൻ വെച്ചിട്ടുള്ള മറ്റേ ചോദ്യം വരും, എന്ത് ഒരു സോളിനോഡ് ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്, ഒരു AC സോഴ്സ് ഉണ്ട്, അപ്പോൾ ബാക്ക് EMF കാരണം ബ്രൈറ്റ്നെസ്സിൻ്റെ ചോദ്യം അതെന്തായാലും വരും. അറിയില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും, സെറ്റാക്കാം. ഓക്കെ, ഡോണ്ട് വറി. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അതായത് ഇപ്പം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പിൽ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലാണ് കൂടുതൽ, സെക്കൻഡറിയിലാണ് കൂടുതൽ. സ്റ്റെപ്പ് ഡൗണിൽ കറണ്ട് എവിടെയാണ് കൂടുതൽ, എവിടെയാണ് തിക്ക് വയസ്സ്, ആ സംഗതികൾ മൊത്തം പഠിക്കണം. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. ഓൾറെഡി പഠിച്ചവരല്ല ഇത് മനസ്സിലാക്കി ഇതൊക്കെ ചോദിക്കും. എന്നിട്ട് വൈകുന്നേരത്തെ ലൈവിൽ വരെ അവിടെ നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി പഠിച്ചവർ റിവൈസ് ചെയ്തിട്ട് വൈകുന്നേരത്തെ ലൈവിൽ വരെ അപ്പോൾ ചോദ്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി സെറ്റ് ആവും. ഓക്കെ. പിന്നെ ന്യൂമറിക്കൽസ് വരും. അപ്പോൾ 2 ഫോർമുല ഇവിടെ ഓർത്തോക്കാണല്ലോ. ഒന്ന് VP/VS = NP/NS, PP/SS, ആ രീതിയിൽ ഓർത്തുക. പിന്നെ പവറിൻ്റെ ഫോർമുല VP/IP = VS/IS. അതായത് പ്രൈമറിയിലെ പവറും സെക്കൻഡറി പവറും സെയിം ആയിരിക്കും. ഇത് ഉപയോഗിച്ചിട്ട് എന്തായാലും പരീക്ഷയിൽ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഓക്കെ. പിന്നെ മൈക്രോഫോണിൻ്റെ പാർട്സ് പഠിച്ചു വെക്കാം. ഡയഫ്രം, വോയിസ് കോയിൽ, പിന്നെ നമ്മുടെ മാഗ്നറ്റ്സ്, അത് ഫീൽഡ് മാഗ്നറ്റ്സ്, അത്രേ ഉള്ളൂ. 3 പാർട്സ് ഉള്ളൂ. അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കുക. വർക്കിങ്ങും പഠിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൗസ് ഹോൾഡ് കണക്ഷൻ്റെ ഡയഗ്രാം ഉണ്ട്. അതായത് മെയിൻ ഫ്യൂസ് വരുന്നു, ELCB വരുന്നു, വാട്ട് അവർ മീറ്റർ വരുന്നു. അതിൻ്റെ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ട് പഠിച്ചു വെച്ചോ. ഈ ഇടയായിട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അത് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ആ ഡയഗ്രാം അറ്റ്ലീസ്റ്റ് ആ ഡയഗ്രാമിൻ്റെ ഫസ്റ്റ് പാർട്ട് ELCB വരെയെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ചോദിക്കും. പിന്നെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു മിക്സി ഉണ്ട്, ആ മിക്സിക്ക് 1000 വാട്ടൊന്നും ഉണ്ടാവല്ലോ, 200 വാട്ടാണ്, അത് 2 മണിക്കൂർ വർക്ക് ചെയ്തു, അപ്പോൾ എത്രയാണ് എനർജി കൺസംഷൻ. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കുക. പവർ ഇട്ട് കൊടുക്കുക, ടൈം ഇട്ട് കൊടുക്കുക, /1000. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലൈവിൽ ക്വസ്റ്റൻ എങ്ങനെ ഉപയോഗിക്കേണ്ട പഠിക്കുന്നതായിരിക്കും. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി നിങ്ങൾക്ക്. ഓക്കെ. പിന്നെ ഇലക്ട്രിക് ഷോക്കിൻ്റെ പ്രിക്കോഷൻസും പഠിക്കണം, അതുപോലെ ഫസ്റ്റ് എയ്ഡും പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത്. വേറെയും കുറേ കാര്യങ്ങൾ ചാപ്റ്റർ പഠിക്കാനുണ്ട്. പക്ഷേ അവസാനം നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട, സാർ ഈ ചാപ്റ്ററിൽ പരീക്ഷാ പെർസ്പെക്റ്റീവ് നിന്ന് എന്തായാലും പഠിക്കേണ്ട ടോപ്പിക്സ് എന്താണ്, അത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് പഠിക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും പരീക്ഷയിൽ പോരുത്. ഇനി ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ചെയ്യാനുള്ളത് എന്താണ്, ലൈവിൽ വരെ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ നിങ്ങൾ പബ്ലിക് എക്സാമിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതൊക്കെ നിങ്ങൾ സെറ്റാക്കണം. ഇതെല്ലാം കൂടെ നിങ്ങൾ സെറ്റ് ആക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റാണ്, ബുദ്ധിമുട്ടില്ല. ഓക്കെ. അപ്പോൾ അതിനുള്ള മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇടണം. എന്നാൽ റെഡിയാണ്, സിമ്പിളാണോ? വൈകുന്നേരത്തെ ലൈവിൽ ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി നമുക്ക് സെറ്റാക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഒരു കമൻറ്റെങ്കിലും ഇടുക, ലൈക്കും ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ബൈ ആൻഡ് ടേക്ക് കെയർ.